അത് ചിതാഭസ്മത്തെക്കുറിച്ച് അഴീക്കോട് ഒന്നും അദ്ദേഹത്തിൻ്റെ വിൽപ്പത്രത്തിൽ എഴുതി വച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഞങ്ങളെ ഉപദേശിക്കാൻ ആരുമില്ല. അപ്പോൾ അത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഇഷ്ടം പോലെ അത് കടലിലൊഴുക്കുകയോ അല്ലെങ്കിൽ ഗംഗയിൽ തന്നെ കൊണ്ടുപോയി നിക്ഷേപിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ കൃത്യമായൊരു നിർദ്ദേശമില്ലാത്തിടത്തോളം ആ ചിതാഭസ്മം ഭദ്രമായി സൂക്ഷിക്കുക എന്നതാണ് ഞങ്ങൾക്ക് ചെയ്യാവുന്നത്. അല്ലെങ്കിൽ അവിടെ ഞങ്ങളൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. നമ്മൾ അവരുടെ കൂടി അഭിപ്രായം സ്വരൂപിച്ച ശേഷം അതെന്ത് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കാവുന്നതാണ്. അത് ഞങ്ങൾ കളഞ്ഞിട്ടില്ല, ചിതാഭസ്മം എങ്ങും വിതറിക്കളഞ്ഞിട്ടില്ല. ഒരു കൃത്യമായ നിർദ്ദേശമില്ലാത്തതാണ് അതിൻ്റെ യഥാർത്ഥ പ്രശ്നം. അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്, മരണശേഷം അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു നിർദ്ദേശം തന്നിട്ടില്ല. അതുകൊണ്ട് അത് അതേപടി അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഒരു നിർദ്ദേശം വരികയാണെങ്കിൽ നിശ്ചയമായിട്ട് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു കമ്മിറ്റിയും അവിടുത്തെ നാട്ടുകാരും പഞ്ചായത്തും ഒക്കെ ചേർന്ന് ഞങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ മുമ്പിൽ ഈ പ്രശ്നം വയ്ക്കാം. അവർ അത് കൃത്യമായൊരു നിർദ്ദേശം തരികയാണെങ്കിൽ, അത് കടലിൽ ഒഴുക്കണമെന്നോ അല്ലെങ്കിൽ വേറെ നദിയിൽ ഒഴുക്കണമെന്നോ നിർദ്ദേശം തരികയാണെങ്കിൽ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അതുവരെ അത് ചെയ്യാൻ ഞങ്ങൾക്ക് അധികാരവുമില്ല. അഴീക്കോട് മാഷ് ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു ധർമ്മസങ്കടം വാസ്തവത്തിൽ.